ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാടായി കുറേ ദിവസം വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഫാത്തിക്കുള്ള സ്നാക്സ്, ലഞ്ച്, അതുപോലെ തന്നെ മോർണിംഗിൽ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് ഈ മോർണിംഗ് റൂട്ടീൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുള്ളത്. ഞാൻ ഒരുപാട് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ പോരായ്മകളെല്ലാം ഉണ്ടാവും. അതെല്ലാം നമുക്ക് പിന്നെ ശരിയാക്കാം. ഞാനിതാ ഒരു 6 മണിക്ക് ശേഷമാണ് ഞാൻ കിച്ചണിലേക്കെല്ലാം ഇറങ്ങുന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫാത്തിൻ്റെ യൂണിഫോം ഒന്ന് അയൺ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അവൾ ഒരു 6:30 ആകുമ്പോഴാണ് ഫാത്തി എണിക്കുന്നുള്ളത്. അപ്പോൾ 6:30 വന്നിട്ട് അവൾ കുളിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് യൂണിഫോമൊക്കെ ഒന്ന് യൂണിഫോമെല്ലാം ഇടും. അപ്പോൾ ഞാനിതൊന്ന് അയൺ ചെയ്തിട്ട് വെച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യമെല്ലാം അവൾ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂണിഫോമെല്ലാം ഒന്ന് അയൺ ചെയ്തിട്ട് വെച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ ഇന്ന് ഫാത്തി പറഞ്ഞ് എനിക്ക് പൂരിയും വാജിക്കറിയും വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിപ്പോൾ പൊട്ടറ്റോയും 2 ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ കൂടുതൽ ഇടുന്നില്ല, കാരണം ഞാൻ സിമ്പിളായിട്ട് എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു ഓണിയനും കൂടി, ഒരു നീരുള്ളിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി അതൊന്നും ഞാൻ ഇടുന്നില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് 3 ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഞാൻ ഒരു വാജിക്കറി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കട്ടാക്കി എടുത്തിട്ട് വരാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ളത് ഉണ്ടാക്കാൻ നോക്കൂ, കാരണം രാവിലെ തന്നെ അതിൻ്റെ ഒരു മടി ഉണ്ടാവും. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കല്ലോ. അപ്പം പിന്നെ ലഞ്ച് വന്നിട്ട് ഉച്ചയ്ക്ക് വേറെ ഉണ്ടാക്കില്ല, കാരണം അവൾക്ക് ഈ ചോറ് ഒന്നും ഇഷ്ടമല്ല. ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ഉച്ച ഭക്ഷണമായിട്ട് ഇത് തന്നെ ഉപയോഗിക്കുള്ളൂ. അപ്പം നമുക്കൊരു ഇതില്ല, കുറേ കൂടുതൽ പണിയൊന്നുമില്ല. ഈ രാവിലെ ഉണ്ടാക്കിയത് ഇത് തന്നെ ഞാൻ ഉച്ചയ്ക്കും കൊടുത്തു വിടലാണ്. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പിന്നെ ബിരിയാണി റൈസിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ അതൊക്കെ കൊടുത്തു വിടും. പക്ഷേ നമ്മൾ സാധാ ചോറ് അത് വയ്ക്കില്ല, കാരണം അത് സ്കൂളിൽ തന്നെ ഓൾറെഡി ഉണ്ട്. പക്ഷെ കഴിക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടലാണ്. ഇനി നമുക്കിതാ ഈ കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഓയിലെല്ലാം ചൂടായതിനു ശേഷം അതിലേക്ക് കറിവേപ്പിലയും കടുകും എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സവാളയൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കട്ടാക്കി വെച്ച പൊട്ടറ്റോയും കൂടി ചേർത്തിട്ട് വെള്ളമൊഴിച്ച് ഇതൊന്ന് അടിച്ചു വെച്ച് 2 വിസിലാകുമ്പോൾ കറി റെഡിയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഈ റെസിപ്പീൻ്റെ ഇത് അളവും കാര്യം ഞാൻ പറയുന്നില്ല, കാരണം ഇത് സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് അളവൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിച്ചിട്ട് 2 വിസിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ആ പൊട്ടറ്റോ കറി ഒന്ന് റെഡിയായി വരുന്ന ആ ടൈമിൽ നമുക്ക് പൂരിക്കൊന്ന് ഇതൊന്ന് കുഴച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ആട്ടപ്പൊടി, അതുപോലെ തന്നെ അതേ സെയിം അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇത് കുഴക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായി തന്നെ കുഴക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് നല്ല എത്രത്തോളം സോഫ്റ്റായി കുഴക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ പൂരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ പൂരിയുടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഫി റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാൻ ചായ കുടിക്കാറില്ല, പിന്നെ ഫാത്തിക്ക് ഞാൻ ചായ കൊടുക്കാറില്ല രാവിലെ, കാരണം ചായ അങ്ങനെ
അത്രയില്ല. വൈകുന്നേരം അങ്ങനെ എന്തെങ്കിലും കൊടുത്തെങ്കായി. പിന്നെ ഞാൻ പിന്നെ തീരെ ചായ കുടിക്കാറില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ മഴ പെയ്യുന്ന സമയത്തെല്ലാം ഇങ്ങനെ കോഫി കുടിക്കാനെല്ലാം തോന്നും. അപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ എനിക്കും ഫാത്തിക്ക് 2 ഗ്ലാസ് ഞാനിപ്പോൾ കോഫി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റൈന എണിച്ചിട്ടൊന്നുമില്ല, നല്ല ഉറക്കില്ലാന്ന്. അപ്പോൾ നമുക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കോഫി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 2 ഗ്ലാസ് ഇതിലേക്ക് ഞാനിതാ 1 ടീസ്പൂണോളം ഞാൻ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് പൂരി ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓയിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടാൻ ശേഷം അതിലേക്ക് പരത്തി പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ സാധാരണ എല്ലാവരും പൂരി പരത്താറ് സാധാരണ ചപ്പാത്തി റോളിലെല്ലാം പരത്തലാണ്. പക്ഷെ ഞാനങ്ങനെയല്ല. ഞാൻ സാധാരണ പത്തിയുടെ അച്ചുണ്ടല്ലോ, ആ അച്ചിൽ പരത്തിയിട്ട് ഞാൻ ഇടലാണ്. അന്നങ്ങളെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ പരത്താനൊന്നും അങ്ങനെ സ്പീഡൊന്നും അറിയത്തില്ല. അങ്ങനെ സ്ലോ ആണ്, ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് ഞാൻ അച്ചിൽ പരത്തിയിട്ടാണ് സാധാരണ ചപ്പാത്തിയെല്ലാം ചുടുന്നുണ്ടെങ്കിൽ ഞാൻ അച്ചിലാണ് പരത്തിയിട്ടാണ് ഞാൻ ചുടൽ. അപ്പം എനിക്ക് പരത്തുന്നതിനോട് അത്ര ഇതില്ല. ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നല്ലാണ്ട് മറിച്ച് നമുക്ക് വീട്ടിലേക്ക് നമ്മൾ അമ്മനകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ അച്ചിൽ തന്നെ പരത്തിയിട്ടാണ് ഞാനെല്ലാം ചുടാറ്. പരത്താൻ നിൽക്കില്ല, കാരണം അതിൽ കുറച്ച് ഭയങ്കര ടഫുള്ള പണിയാണ്. അപ്പം അത് പരത്തിയിട്ട് ശീലം ഉണ്ടാക്കി പ്രശ്നമില്ല, പക്ഷേ നമ്മളങ്ങനെ ഇതാക്കില്ല. അപ്പോൾ നമ്മുടെ പൂരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ, ഒട്ടും എണ്ണ ഓയിലൊന്നും കുടിക്കാത്ത നല്ല സോഫ്റ്റ് പൂരിയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് വാജിക്കറിയും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫാത്തിനെ വിളിക്കും. ഫാത്തി കുളിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്, ഡ്രസ്സെല്ലാം ആക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പ്ലേറ്റെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടത്. എന്നിട്ട് 1 ഗ്ലാസ്സിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്, 1 ഗ്ലാസ്സിൽ കോഫിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഈ വെള്ളത്തിന് ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. കോഫി ഞാൻ അപ്പുറ സൈഡും കൂടി കൊണ്ടിട്ട് വെക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് എടുത്തിട്ട് കോഫി കുടിക്കും, വെള്ളം കുടിക്കില്ല. അപ്പം ഈ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. പറഞ്ഞിട്ട് 1 ഗ്ലാസ് വെള്ളം കുടിപ്പിക്കും, അത്ര തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ടൈമിൽ ഞാൻ അവളുടെ ടിഫിനെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്നാക്സ് ആയിട്ട് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നുള്ളത് ബ്രെഡ് സാൻഡ്വിച്ചാണ്. അതായത് പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, പീനട്ട് ബട്ടർ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രെഡിലേക്ക്. വേണമെങ്കിൽ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ ടോസ്റ്റൊന്നും ചെയ്യുന്നില്ല, കാരണം ഇത് 11 മണിക്ക് കഴിക്കുന്നതാണ്. അപ്പോൾ തന്നെ ടോസ്റ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ സാധാരണ ബ്രെഡിലേക്ക് ഇതുപോലെ പീനട്ട് ബട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഞാൻ 2 പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 ലെയർ ടിഫിനാണ് കേട്ടോ. അപ്പോൾ അടിയത്തെ ഒരു ലെയറിൽ ഞാൻ ഇതുപോലെ ബ്രെഡ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഒരു 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ സ്നാക്സ് ആയിട്ടോ പിന്നെ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം അങ്ങനെ കഴിക്കാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തതാണ്. കാരണം ഇവിടുന്ന് 8:15 പോയെങ്കിൽ പിന്നെ വൈകുന്നേരം 4:45 ഇവിടെ എത്തുമ്പോൾ 4:45 5 മണി തന്നെ ആണ്. അപ്പം എന്തെങ്കിലും വായിക്ക് അങ്ങനെ ഒന്ന് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്നിട്ട് ഞാൻ 2 എണ്ണം ഇതിലേക്ക് വെച്ചുകൊടുത്തതാണ്. അപ്പോൾ ഈ സ്നാക്സ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ ലഞ്ചായിട്ട് ഞാൻ കൊടുക്കുന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതേപോലെ തന്നെ പൂരിയും വാജിക്കറിയാണ്. വേറെ എക്സ്ട്രാ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അവൾക്ക് ഇഷ്ടമുള്ളതാണ് ഇത് രണ്ടും. പിന്നെ വാജിക്കറിയും പൂരിയും ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോ ആണ് നോക്ക്. അത് എനിക്കും അങ്ങനെ. അപ്പോൾ ഞാനൊരു 3 പൂരി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അവർ ഫ്രണ്ട്സായിട്ടെല്ലാം ഇങ്ങനെ ഷെയറെല്ലാം ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചോട്ടെ എന്നിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ അവളുടെ സ്നാക്സും ഉച്ചഭക്ഷണം ഇതാണ്. പിന്നെ ബോട്ടിലൊന്ന് ചൂടുവെള്ളം നനച്ചെടുക്കുന്നുണ്ട്. ഈ വെള്ളം കൂട്ടുന്ന മാത്രം വരുമ്പോൾ അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടില്ലാന്ന്. പിന്നെ കുടിക്കലൊന്നുമില്ല വെള്ളം. മഴക്കാലത്തിന് ശേഷം തീരെ വെള്ളം കുടിക്കൽ കുറവാണ്. അപ്പോൾ നമ്മുടെ കിറ്റിനെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ കിറ്റിലേക്കെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് റെഡിയാക്കിയെങ്കിൽ തന്നെ പകുതി സമാധാനമാണ്. കാരണം രാവിലത്തെ ആ ഫുഡും കൊണ്ടുപോകാനുള്ളതും എല്ലാം റെഡിയാക്കിയിട്ടാകുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ്. അങ്ങനെ അവളുടെ എല്ലാം റെഡിയായി. ഇപ്പോൾ സമയം 7 മണി 7:15 അങ്ങനെ എന്തോ ആയതാണ്. ടൈം അത്ര നോക്കിയിട്ടാണ്. ഇനി
ഞാൻ വെള്ളമൊന്നും കുടിച്ചില്ല. സാധാരണ ഞാൻ കുറച്ച് ഫാറ്റുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാനിതാ ഉലുവ വെള്ളവും ജീരകവും ഉലുവാവും രണ്ടും ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ കുടിക്കുന്നത് വെറും വയറ്റിൽ. ഇത് കുടിച്ചതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. എൻ്റെ ഫാറ്റ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിന്. അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് ഡെയിലി കുടിക്കാറുണ്ട്. പിന്നെ അത് കുടിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഗ്ലാസ് കോഫി കുടിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു ഗ്ലാസ് കോഫിയും ചൂട് കോഫിയും പിന്നെ ബീഫ് കറിയും ഉണ്ടായിരുന്നു. ബീഫ് വറവും പിന്നെ പൂരിയും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മഴക്ക് തിന്നാൻ ഭയങ്കര ഇതാണ്. എനിക്ക് ഈ മഴയെല്ലാം നോക്കിയിട്ട് ഈ ഭക്ഷണം ഇതെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ മഴക്ക് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചക്കപ്പുഴുക്കും പിന്നെ കപ്പപ്പുഴുക്കില്ല. അതായത് നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞെങ്കിൽ ചക്ക പൂങ്ങിയതും കൊള്ളി പൂങ്ങിയത്. അപ്പോൾ അത് രണ്ടാണ് എനിക്കിഷ്ടമുള്ള സാധനമാണ്. പക്ഷേ അതൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, പൂരിയും ബീഫ് കറിയും. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് മഴ ഇങ്ങനെ നോക്കിയിട്ട് കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കോഫിയും, നല്ല ചൂട് കോഫിയും. അപ്പോൾ ഇത് ഭയങ്കര ഒരു കോംബോ ആണ്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടൊരു കോംബോ ആണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഞാൻ എല്ലാം കഴുകി വെച്ചു. അങ്ങനെ കൂടുതലൊന്നും പാത്രമൊന്നും ഞാൻ ഇതാക്കാറില്ല. കാരണം ഞാൻ ഒരു പാത്രം എടുത്ത് അപ്പം കഴുകി വെക്കും. അതുകൊണ്ട് ലാസ്റ്റ് ആകുമ്പോൾ പാത്രമൊന്നും ഉണ്ടാവില്ല. ഞാൻ കഴിച്ച പാത്രം മാത്രമേ അവിടെ ബാക്കി വരുള്ളൂ. അപ്പോൾ അതും കൂടി അങ്ങ് കഴുകി വെക്കും ലാസ്റ്റ്. അപ്പോൾ സമയം 8:30 ആവാനായി. ഫാത്തിൻ്റെ സ്കൂൾ ബസ് വരാനുള്ള ടൈമായി. അപ്പം 8:20 ആവും അവരെടുക്കും. അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ 5 മൈൽ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടുന്ന് ഫാത്തിനെ എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കുട്ടികളെ എടുക്കാൻ പോലും. അപ്പോൾ ഫാത്തിൻ്റെ സ്കൂൾ ബസ്സെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ഫാത്തിനെ എടുത്തതിന് ശേഷം ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ എടുക്കാൻ പോലാന്ന്. അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ ഫാത്തിനെ സ്കൂളിൽ അയച്ച് പിന്നെ എനിക്ക് പ്രത്യേകിച്ചിട്ട് വേറൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ ഞാൻ പോയിട്ട് മൊബൈലിൽ പോയി കിടന്നിട്ട് പോയിട്ട് മൊബൈൽ നോക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ എഡിറ്റ് ആക്കാനെല്ലാം ഉണ്ട്, അതുകൊണ്ട് കിടക്കാനും പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.